ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫെറിസ് വീൽ. സത്യം പറഞ്ഞാൽ ഈ ഫെറിസ് വീൽ ഇന്ന് ഉണ്ടാക്കിയതൊന്നും അല്ല. പറയുകയാണെങ്കിൽ ഒരു ഫെബ്രുവരി ആയപ്പോഴാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചത്. പിന്നെ മടി കാരണം, എക്സാം കാരണം, അങ്ങനെ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ കാരണം ഒരു മെയ് ആയപ്പോൾ ഉണ്ടാക്കി വെച്ചു, വീഡിയോ എടുത്തു. പക്ഷേ വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം നീണ്ടു പോയി. ഇപ്പോൾ ഇതാ ഓഗസ്റ്റിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ പോകുന്നത്. ഫെറിസ് വീൽ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഐസ്ക്രീം സ്റ്റിക്ക്, ഒരു 46 ഐസ്ക്രീം സ്റ്റിക്ക്. ഈ ഐസ്ക്രീം സ്റ്റിക്ക് പുറത്തുനിന്ന് വാങ്ങിയെന്ന് വിചാരിച്ച് നിങ്ങൾ വാങ്ങണമെന്നില്ല. നമ്മൾ കഴിച്ച് വെച്ചിട്ടുള്ള ഐസ്ക്രീം സ്റ്റിക്ക് വൃത്തിയാക്കിയിട്ട് കളക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ക്വിക്ക് ഫ്ലെക്സ്, സിസറ്, പോളറോയിഡ്, പേപ്പർ, പിന്നെ ഒരു 8 ചെറിയ സ്റ്റിക്കും അതേപോലെ ഒരു വലിയ സ്റ്റിക്കും, പിന്നെ ഒരു കാർഡ്ബോർഡ് പീസും. ആദ്യം നമുക്ക് കാർഡ്ബോർഡ് ബോക്സ് 4 ഈക്വൽ സർക്കിളാക്കി മാറ്റണം. അതിന് 1.5 സെൻറ്റിമീറ്റർ റേഡിയസിലോ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ റേഡിയസിലോ കോമ്പസ് എടുത്ത് അളന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് 8 സ്റ്റിക്ക് ഒട്ടിക്കണം. അതായത് 4 സ്റ്റിക്ക് ഫസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ അടുത്ത 4 സ്റ്റിക്ക് വെക്കാം. അതുപോലെ തന്നെ അടുത്ത റൗണ്ടിലും നമുക്ക് ചെയ്യാം. എന്നിട്ട് ബാക്കി വരുന്ന ഈ 2 സ്റ്റിക്കർ ഇതിന് മേലെ ഒട്ടിക്കാനുള്ളതാണ്. അതിന് മുമ്പേ നമ്മൾ ആ സെൻറ്ററിൽ കോമ്പസ് കൊണ്ട് ഒന്നുകൂടെ ഹോളൊന്ന് വലുതാക്കി കൊടുക്കാം. ആ ഒരു സ്റ്റിക്ക് ഇടാൻ പറ്റുന്ന പാകത്തിൽ 4 സർക്കിളിനും ഹോൾ ഇട്ടതിന് ശേഷം വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടോ ഈ സർക്കിൾ ഉണ്ടാക്കി വെച്ച 2 സാധനത്തിന് മേലെ വെക്കുക. ഇതിൻ്റെ ഓരോ 2 റിമ്മുകൾക്കിടയിലും നമുക്ക് ഓരോ ഐസ്ക്രീം സ്റ്റിക്ക് വീതം വെച്ച് കൊടുക്കാം. കഴിഞ്ഞ ഈ 2 വീലും ഒരു നിശ്ചിത അകലത്തിൽ വലിയ സ്റ്റിക്കിൻ്റെ ഉള്ളിൽ കയറ്റാം. നെക്സ്റ്റ് ഈ വീല് വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതിന് 2 ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാം. അങ്ങനെ 4 സ്റ്റിക്ക് ഉണ്ടാക്കാം. ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ 4 ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് 2 സ്റ്റിക്ക് ഉണ്ടാക്കുക. അത് രണ്ടും ട്രയാങ്കിൾ പോലെ വെക്കുക. അടിയിൽ ബേസായിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്കും കൂടെ വെക്കുക. ഇങ്ങനത്തെ 2 ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കുക. ഈ ട്രയാങ്കിളിന് നിൽക്കാൻ വേറൊരു ബേസ് അല്ലെങ്കിൽ സ്റ്റാൻഡിന് വേണ്ടി നമ്മൾ മിനിമം 4 ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ആ സ്ക്വയറിൻ്റെ 2 അറ്റത്തും നമ്മൾ ഉണ്ടാക്കി വെച്ച 2 ട്രയാങ്കിൾസ് വെക്കാം. ഈ ട്രയാങ്കിൾസിന് മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച വീല് ഉള്ളിലേക്ക് കയറ്റാം. ഓൾറെഡി 2 വീലൊരു സ്റ്റിക്കിൻ്റെ ഉള്ളിൽ കയറ്റിയപ്പോൾ എടുത്ത ഡിസ്റ്റൻസിൽ അങ്ങനത്തെ 8 ചെറിയ സ്റ്റിക്കുകൾ എടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് അത് ഓരോന്നും 2 വീലിൻ്റെ ഇടയിലും ഒട്ടിക്കുക. സ്റ്റിക്കുകളൊക്കെ ഒട്ടിച്ചിട്ടുള്ളത് ഫ്ലെക്സ് ക്വിക്ക് വെച്ചാണ്. നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒട്ടിക്കുക. ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഈ സ്റ്റിക്ക് വെക്കുന്നതാണ്. ഒന്നാമത് ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് ചെരിഞ്ഞുപോയി. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ശരിയാകും. ഇത് ഉണ്ടാക്കാൻ കുറച്ച് ക്ഷമ വേണം. അതുണ്ടെങ്കിൽ ചെയ്യാം. എൻ്റെ അനിയനാണ് ഇപ്പോൾ ഈ സ്റ്റിക്ക് ഇടയിലുള്ള ഈ സ്റ്റിക്കൊക്കെ വെച്ച് തന്നത്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളെ വീല് റെഡിയായി. ഇനി അതിലേക്ക് ഫോട്ടോസ് ആഡ് ചെയ്യണം. അതിന് നമ്മളൊരു അതിൻ്റെ ഒരു ഭാഗത്ത് ഫോട്ടോ ഒട്ടിക്കുക. എന്നിട്ട് അത് ആ സ്റ്റിക്കിൻ്റെ ഇടയിലൂടെ ഇടാം. അങ്ങനെ അത് പേസ്റ്റ് ചെയ്യാം. എൻ്റെ അടുത്ത് കൂടുതൽ ഫോട്ടോസ് വന്നതുകൊണ്ട് ഞാൻ അപ്പുറവും ഇപ്പുറവും ഒട്ടിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ മറിക്കുമ്പോൾ ഒരു ഫോട്ടോയും തിരിച്ച് മറിക്കുമ്പോൾ വേറൊരു ഫോട്ടോയും വരുന്ന രീതിയിലാണ് ഉണ്ടാവുക. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണെങ്കിലും കുറച്ച് ക്ഷമ കൂടുതൽ വേണം. പിന്നെ എന്നെ പോലെ ഒരു മടിച്ചത് ഉണ്ടാക്കിയത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. കേൾക്കാൻ വലിയ രസമില്ലാന്നറിയാം. പക്ഷെ എന്നാലും നല്ലൊരു സോങ് തിരഞ്ഞെടുക്കാനുള്ള മടി കാരണമാണ് ഓൺ വോയിസിലിടുന്നത്. നിങ്ങൾക്ക് എന്നെ പോലെ മടിയില്ലെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്തിട്ട് കമൻറ്റും ചെയ്തിട്ട് പോകണമെന്ന് അപേക്ഷിക്കുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.